ഞാനായിട്ടാണ് പുള്ളി സാധനം. നല്ല സർക്കാർ. സർക്കാർ ഏത് കേറിയാലും ചെയ്യേണ്ടവര് ചെയ്യോടാ. എന്ത് പറഞ്ഞാലും സർക്കാരിന്റെ നെഞ്ചത്തോട്ട് പോയിട്ട് കാര്യമില്ല. ഇവിടെ മഴ തുടങ്ങി. അയാനേ, നിനക്ക് സർക്കാരിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നെന്ന് തോന്നല്ലേ? ഓ ഓ ഓ അയാനേ മോനെ, ഇവിടെ രാഷ്ട്രീയം വേണ്ട. ശിവശങ്കർ പോയോ? ഞാനൊന്ന് മിണ്ടാത്തയാട്ടോ. ലൈക്ക് കുറവാണ്. നമുക്ക് ടാർഗറ്റ് ഉണ്ട് 50 കഴിക്കണം. അതുപോലെ ലൈവ് കാണുന്നവർ ചേച്ചി ഹായ്. അതാണ് ഞങ്ങളുടെ ചായ. ചേച്ചി ഇത് പറയുന്നേ ഹരി സൂക്ഷിക്കണമെന്നാണോ? ഇവനൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടിയാണോ നമ്മളെ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്? ഇതിന്ന് ഒരുപാട് പ്രപ്പോസൽ വരുന്നുണ്ട് ചേച്ചി. പക്ഷെ അതൊന്നും ഇവിടെ നിശാന്തന്റെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിശാന്തന്റെ കുറെ കണ്ടീഷൻസുമായിട്ട് നിൽക്കുകയാണ്. ഇവനെ ഉണ്ടല്ലോ, ഇവനൊരു പെണ്ണിനെ കെട്ടിക്കണം കേട്ടാ. അതിന് എന്ത് മാർഗം സ്വീകരിക്കണം കേട്ടാ. നമുക്ക് നോക്കാൻ കിട്ടുമെന്ന്. അവിടെ ചേച്ചിയെ വിട്ട് ക്യാൻവാസ് ചെയ്യണം നമ്മുടെ നിശാന്തന്നെ. ചേച്ചി കടുപ്പത്തിൽ ബൂസ്റ്റ് എന്തിനാണാവോ? ചേച്ചി ആ ചേച്ചിയാണ് ഇവരുടെ സ്ഥിരം ചായ കുടിക്കുന്ന ചേച്ചിയാണത്. ചായക്കടയിലെ ചേച്ചിയാണത്. അതിലും നല്ലത് കടലിൽ കളയുന്നതാണ് ആ പെണ്ണിനെ. അത് ശരിയാണ്. ഇതിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ ഗൈസ്. മിക്കവാറും പെണ്ണൊന്നും കിട്ടത്തില്ലെന്നാണ് ഞങ്ങൾക്കും തോന്നുന്നത്. ഞങ്ങൾ ആദ്യമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പെണ്ണൊക്കെ കിട്ടുമെന്ന്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ സത്യമായ മിക്കവാറും നിങ്ങളുടെയൊക്കെ പ്രാക്ക് കാരണം നിശാന്തന്റെ എങ്ങനെ നിൽക്കും. ലൈവ് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ. നിനക്ക് പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പറയാമെങ്കിൽ ടൈപ്പ് ചെയ്യാൻ ഇവിടെ പറയടാ. നീ എന്തിനാ ടൈപ്പ് ചെയ്യുന്നത്? അത്രയും ഗതികെട്ട പെണ്ണൊന്നും ഇവിടെ ഇല്ല. നിശാന്ത് തന്നെ ഒരു കാലം പെണ്ണ് കിട്ടും ഗൈസ്, ഉറപ്പാണ്. അല്ലേ അല്ലേ? കിട്ടില്ലേ? ബംഗാളി കൊണ്ട് വേണ്ട. അത് നോക്ക്. അതാവുമ്പോ പിന്നെ ഭാഷയ്ക്ക് പ്രശ്നം വരത്തില്ലല്ലോ. അവള് രണ്ട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ലല്ലോ. തെറിയാണെന്ന് ചോദിക്കണം. സ്നേഹത്തോടുള്ള വാക്കുകളാണെന്ന് വിചാരിച്ചാ മതി. സുറുമി മറ്റേ അത് പ്രപ്പോസ് ചെയ്ത പെങ്കൊച്ച്. ജെൻസ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ലിവിങ് ടുഗദറിനോടാണ് ഇപ്പോൾ ട്രെൻഡ്. അതിന് ലിവിങ് ടുഗദറും വേണ്ട. ഇവിടെ ലിവിങ് ടുഗദറിന് ആരാ വന്നായിരുന്നല്ലോ. സുറുമ വാങ്ങാൻ പോയി. പാവം ബ്രോ, പെണ്ണില്ല. നിശാന്തന്റെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ് ഗൈസ്. അടുത്ത വർഷം ഏപ്രിലാണ് നിശാന്തന്റെ ബർത്ത്ഡേ. ആ സമയമാകുമ്പോഴത്തേക്ക് പെണ്ണ് സെറ്റ് ആയില്ലെങ്കിൽ അതോടുകൂടി നിശാന്തൻ ഈ പണി അവസാനിപ്പിക്കും. പെണ്ണ് നോക്കൽ പരിപാടി. ട്രൂ ലവ്. സുറുമി എടുത്തായിരിക്കും. സുറുമിയുടെ കാര്യമായിരിക്കും പറഞ്ഞത്. വിഷു നമുക്ക് സെറ്റ് ആയാലോ എന്നടേ അയാൻ ചോദിച്ചേട്ടാ. അയാളെ റിപ്ലൈ എടുക്ക്. നീ വിഷമിക്കേണ്ട, നമുക്ക് റെഡിയാക്കാം. നമ്മള് നോക്കുന്നുണ്ട്. റെഡിയാക്കണം, എന്നാലേ ശരിയാകത്തുള്ളൂ. ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പെണ്ണില്ല മണ്ണുമില്ല. നിനക്ക് രണ്ടുമില്ല ഞങ്ങൾക്ക് അറിയാടാ. നിനക്ക് രണ്ടുമില്ല ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നല്ല മഴ.
ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ന്യൂ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.